ഡിയർ ഫ്രണ്ട്സ്, ഷെജീസ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഞാൻ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. +2 മാത്സിൻ്റെ ക്ലാസ്സുകളാണ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞു, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന +2ൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് പോകുന്നത്. ആ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ +1 കുറച്ച് കാര്യങ്ങൾ വേണമായിരുന്നു. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കണ്ടതിന് ശേഷം നമ്മൾ ഇത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് റിലേഷനാണ്. റിഫ്ലെക്സീവ് റിലേഷൻ്റെ ജനറൽ കേസാണ് A belong to ordered pair A belong to R in for all A belong to A. അതായത് ഈ നൊട്ടേഷനെ നമ്മൾ വിളിക്കുന്നത് for all എന്നാണ്. for all എന്നാണ് വായിക്കുന്നത് കേട്ടോ. അത് അറിയാൻ വയ്യാത്തവർക്ക് പറയുകയാണ്, for all എന്നാണ് ഇത് വായിക്കുന്നത്. A belong to R for all A belong to A. ഇതാണ് നമ്മുടെ റിഫ്ലെക്സീവ് റിലേഷൻ്റെ ജനറൽ കേസ്. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോവാണ്. ആദ്യം നമ്മൾ ഒരു A എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. 1 2 3 ഇതാണ് സെറ്റ്. ഇനി നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് A ക്രോസ് A. നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് A ക്രോസ് A കണ്ടുപിടിക്കുകയാണ്. 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3. ഇതാണ് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് A ക്രോസ് A. ഓക്കെ ആണല്ലോ, ഇത്രയും മനസ്സിലായല്ലോ. അതായത് A എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു A ക്രോസ് A. അതായത് ഈ സെറ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു 1 2 3 എന്ന് പറഞ്ഞ് ഒന്നും കൂടി എഴുതാം. അതെന്തിനാ, തെറ്റാതിരിക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3. ഇതാണ് നമ്മുടെ സെറ്റ്. ഇനി ഇതെങ്ങനെ റിഫ്ലെക്സീവ് ആണെന്ന് മനസ്സിലാക്കും. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ A belong to R എന്നാണ്. അതായത് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ജനറൽ കേസ് എന്താണ്, A belong to R എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ, A എന്ന് പറയുന്നത് Aയോട് റിലേറ്റഡ് ആണ്. ഇതിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന സെക്കൻഡ് എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കും. അതാണ്, അതൊരു ബന്ധം ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ജനറൽ കേസ് A ബിലോങ് ടു R എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഇവിടെ നമ്മുടെ സെറ്റിൽ ഓരോ എലമെന്റിനും, സെറ്റിൽ ഏതാ നമ്മൾ എടുത്തേക്കുന്ന സെറ്റ് ഏതാണ്, 1 2 3. ഈ 1 2 3 എന്ന് പറയുന്ന സെറ്റിൽ ഓരോ എലമെന്റിനും അതിനോട് തന്നെ എന്തുണ്ടായിരിക്കണം, ഒരു ബന്ധമുണ്ടായിരിക്കണം, ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, നമ്മുടെ തന്നിരിക്കുന്ന A ക്രോസ് A എങ്ങനെയാണ് നോക്കിയേ, 1 1 അതിനോട് തന്നെ ബന്ധമുണ്ട് അല്ലേ. പിന്നെ അടുത്തതോ 2 2, പിന്നെ നോക്കുമ്പോൾ ഏതാ 3 3. അപ്പൊ ഇത് നമുക്ക് ഇവിടെ കളക്ട് ചെയ്ത് എഴുതാം. ഏതൊക്കെയാണ്, 1 1 2 2 3 3. ഇത് മൂന്നും, അതായത് നമുക്ക് A എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെയുള്ള 1 2 3 എന്ന് പറയുന്ന 3 എലമെന്റ്സ് ഉണ്ട്. ഈ 3 എലമെന്റ്സുകളും നമുക്ക് തന്നിരിക്കുന്ന ഈ റിലേഷനിൽ അതിനോട് തന്നെ ഒരു ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ആ റിലേഷൻ സെറ്റ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. മനസ്സിലായോ? റിഫ്ലെക്സീവ് റിലേഷൻ ഒന്നുകൂടി വേണേൽ പറയാം. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ കേസ് A ബിലോങ് ടു R ഫോർ ഓൾ A എലമെന്റ് ഓഫ് A ആണ്. നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുത്തു. 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ആ ക്രോസ് പ്രോഡക്റ്റിൽ നമുക്ക് ഈ A എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്നറിയോ, A എലമെന്റ് ഓഫ് R A റിലേറ്റഡ് ടു A എന്നാണ്. അതായത് A എന്ന് പറയുന്ന സെറ്റ്, A എന്ന് പറയുന്ന എലമെന്റ് Aയോട് ഒരു ബന്ധമുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 1 2 2 3 3. അല്ലാതെ തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു മാർഗം എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ഓരോ സെറ്റിനും അതുപോലെയുള്ള അടുത്ത ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓരോ സെയിം എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. എന്നാലും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അത് റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്
നമ്മുടെ റിഫ്ലെക്സീവ് റിലേഷൻ്റെ പിന്നെ മനസ്സിലാക്കുന്ന കാര്യം. ഇനി ഈ റിഫ്ലെക്സീവ് റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ജനറൽ കേസ് വേണം എഴുതാൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വരും. ആ ടൈമിൽ നമ്മൾ ഈ നമ്പേഴ്സ് അല്ല എഴുതേണ്ടത്. എന്ത് എഴുതണം? എ ബിലോങ് ടു ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. ഇങ്ങനെ വേണം എഴുതാൻ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന റിലേഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക് റിലേഷൻ. എന്താണ് സിമ്മട്രിക് റിലേഷൻ? ഇതിന്റെ ജനറൽ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ബി ബിലോങ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ് ടു ആർ. അതിന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ തരാം. ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3 ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ റിലേഷൻ സിമ്മട്രിക് റിലേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണം നമ്മൾ എന്ത് ചെയ്യും? അത് ഇത് നോക്കിക്കേ, എ ബി റിലേറ്റഡ് ടു ആർ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ബി എ ബിലോങ് ടു ആർ. അതായത് 1 2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എടുത്തു. അപ്പോൾ അതിൻ്റെ 2 1 ഉണ്ടോ എന്ന് നോക്കിയാൽ ഇവിടെയുണ്ട്, അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ അടുത്ത നോക്കിയേ 1 3 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എടുക്കുമ്പോൾ 3 1 ഉണ്ടോ എന്ന് നോക്കിയേ ഉണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെ 2 3 എടുക്കുമ്പോൾ 3 2. എല്ലാ ഓർഡേഡ് പെയർസ് ഈ സെറ്റിലുള്ള എല്ലാ ഇതിലും എന്താണ് നമ്മളുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സിമ്മട്രിക് റിലേഷൻ. ഇറ്റ് ഈസ് എ സിമ്മട്രിക് റിലേഷൻ. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. നമുക്ക് സിമ്മട്രിക് റിലേഷന്റെ ജനറൽ കേസ് എന്ന് പറയുന്നത് ഇഫ് എ ബി ബിലോങ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ് ടു ആർ ആണ്. അതായത് നമുക്കൊരു റിലേഷൻ സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഫസ്റ്റ് ഓർഡർ പെയറിന്റെ എലമെന്റ്സ് മറ്റിരിച്ച്, അതായത് എക്സ്ചേഞ്ച് ഉണ്ടോ? എ ബി ബിലോങ് ടു ആർ എന്ത് ഇംപ്ലൈ ചെയ്യും? ബി എ. അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്ന് നോക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവും? ഇപ്പോൾ 1 2 എടുക്കുവാണെങ്കിൽ 1 2 ഇംപ്ലൈ എന്ത്? 2 1 അല്ലേ? പിന്നെയോ നമ്മൾ 2 3 എടുത്തു. 2 3 എടുക്കുവാണെങ്കിൽ എന്ത് ഇംപ്ലൈ ഉണ്ട്? 2 3 എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? 3 2 ഉണ്ട് അല്ലേ? അങ്ങനെ ഓരോ ഓർഡർ പെയർസും നമ്മൾ എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ എക്സ്ചേഞ്ച് ചെയ്ത് വരുന്ന സംഭവം ഇവിടെ ഉണ്ട്. അതായത് എ ബിയും ഡിയും എയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന അത് ഇവിടെ നമ്മുടെ ഓൾറെഡി സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷൻ എന്താണെന്ന് പറയാം? സിമ്മട്രിക് റിലേഷൻ പറയാം. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? വളരെ എളുപ്പമാണ്. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നെക്സ്റ്റ് റിലേഷൻ നമ്മൾ പഠിക്കുന്നത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. അതിന്റെ ജനറൽ കേസ് എന്ന് പറയുന്നത് ഇഫ് എ ബി ബിലോങ് ടു ആർ ബി സി ബിലോങ് ടു ആർ ദാറ്റ് ഇംപ്ലൈസ് എ സി ബിലോങ് ടു ആർ ഫോർ ഓൾ എ ബി സി ബിലോങ് ടു എ. ഓക്കെ അല്ലേ? ഇത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു റിലേഷൻ ഞാൻ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 1 1 1 2 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3 ആണല്ലോ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കും? നമ്മളൊരു എക്സാമ്പിൾ കൊണ്ട് ഇത് ഞാൻ മനസ്സിലാക്കി തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓർഡേഡ് പെയർ 1 2 എടുത്തു. എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കും എന്താ ഈ 1 1 എടുക്കാനെന്ന് വിചാരിക്കും? എന്താണ് എടുക്കാഞ്ഞത്? ഈ 1 1 എന്ന് പറയുന്നത് 1 ഈസ് റിലേറ്റഡ് ടു 1 ആണ്. അതെന്താണ്? എ ഈസ് റിലേറ്റഡ് ടു എ ആണ്. ഇവിടെ നമുക്ക് ഓൾറെഡി എന്താ ഉള്ളത്? എ ബി ബിലോങ് ടു ആർ ആണ്. അപ്പോൾ നമുക്കത് എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തിട്ട് 1 2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എടുത്തത്. ഇനി ഈ 1 2 നോക്കൂ, എ ബി റിലേറ്റഡ് ടു ആർ, 1 2 റിലേറ്റഡ് ടു ആർ, 1 2 ബിലോങ്സ് ടു ആർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ 2 അതായത് ബി നോക്കി, ഇവിടെ 2 എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ ഇവിടെ 2 ഉള്ള ഓർഡേഡ് പെയർ ഫസ്റ്റ് തുടങ്ങുന്ന എടുക്കണം. 2 അല്ലേ? 2 എടുത്തിട്ട് പിന്നെ ഏതാ വേണ്ടത്? നമ്മൾ 1 എടുക്കാൻ പാടില്ല. 1 എടുക്കാൻ പറ്റൂ. എന്താണ്? ഇവിടെ നമുക്ക് ബി സി ബിലോങ് ടു ആർ ആണ്. അപ്പോൾ വേറൊരു എലമെന്റ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 3 എടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 3 ബിലോങ് ടു ആർ ആണ്. ഇത് രണ്ടും കൂടി എന്ത് ഇംപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ ജനറൽ കേസ് അനുസരിച്ച് എന്ത് ഇംപ്ലൈ ചെയ്യണം? എ സി ബിലോങ് ടു ആർ ആവണം. അതായത് ഈ 1 2 ബിലോങ് ടു ആർ, 2 3 ബിലോങ് ടു ആർ എന്ത് ഇംപ്ലൈ ചെയ്യണം? ദേ ഇവിടെ നിങ്ങളെ നോക്കിക്കേ, നിങ്ങൾ കണ്ടോ? 1 3 അല്ലേ? അപ്പൊ 1 3 ബിലോങ് ടു ആർ. ഉള്ളൂ കാര്യം. എളുപ്പമല്ലേ?
ഒന്നുകൂടി പറയാം. ഈ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജനറൽ കേസ്? ഇഫ് എ ബി ബിലോങ് ടു ആർ, ബി സി ബിലോങ് ടു ആർ, ദാറ്റ് ഇംപ്ലൈസ് എ സി ബിലോങ് ടു ആർ ആണ്. പിന്നെ ഈ എക്സാമ്പിൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞു 1 2 ബിലോങ് ടു ആർ ആണ്, 2 3 ഈസ് ഓൾസോ ബിലോങ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ഇംപ്ലൈ ചെയ്യും? 1 3 ബിലോങ് ടു ഓൾറെഡി ഇവിടെ 1 2 1 3 ഉണ്ട്. നമ്മൾ നോക്കിയാൽ മതി ഈ എലമെന്റ്സ്, ഈ ഓർഡർ പേഴ്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ ക്ലാസ്? അപ്പോൾ ഇന്നത്തോടെ ക്ലാസ് കൂടിയാണ്. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിലെ പാർട്ട് 3 നമ്മുടെ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങും. പിന്നെ അപ്പോൾ അതിനു മുമ്പ് ഈ 2 ക്ലാസ്സുകളും നല്ല രീതിയിൽ എല്ലാവരും ഒന്ന് കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.